നമസ്തേ. ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തെ പറ്റിയാണ്. ഹൃദയം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു അവയവമാണല്ലോ. നമുക്കൊരു ഹൃദയത്തെപ്പറ്റി അറിയാവൂ. അത് രക്തചംക്രമണത്തിനുള്ള ഹൃദയമാണ്. എന്നാൽ ആത്മീയ കൃതികൾ, ഭാരതത്തിൻ്റെ ആത്മീയ കൃതികൾ മറ്റൊരു ഒരു ഒരു ഹൃദയത്തെക്കുറിച്ച് പറയുന്നത്. ആത്മാവ് ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവം ഹൃദയത്തിലാണ് ഇരിക്കുന്നത്, ഈശ്വരൻ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്നൊരു പ്രഖ്യാപനം നമ്മുടെ ഭാരതീയ ആത്മീയ ഗ്രന്ഥങ്ങളിലുണ്ട്. ആത്മീയ ഗ്രന്ഥങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ അത് ഉപനിഷത്തുകൾ, ദശോപനിഷത്തുകൾ, ഗീത എന്നിവ രണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവയിൽ രണ്ടിനും പറയുന്നുണ്ട്. ഗീതയിലാണ് പല ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് പല ഉപനിഷത്തിലും അതുപോലെ ആത്മാവ് ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഏതാണ് ഹൃദയം ശരിക്ക്? അത് ഈ രക്തചംക്രമണത്തിൻ്റെ ഹൃദയമാണോ? അല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പല വ്യാഖ്യാതാക്കൾക്ക് പോലും ഈ കാര്യത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് പ്രശ്നോപനിഷത്തിൽ ഒരെണ്ണം പറയുന്നുണ്ട്, ഹൃദിഹി ഏഷ ആത്മാ, ഹൃദയത്തിലാണ് ആത്മാവിരിക്കുന്നത്. എന്നിട്ട് അതിനെ തുടർന്നൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഹൃദയത്തോടാണ് നാഡികൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വ്യാഖ്യാതാവ് പറയുന്നതെന്ന് പറഞ്ഞാൽ നാഡികൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഋഷിമാർക്ക് ഈ നാഡികളും രക്തക്കുഴലുകളും തമ്മിൽ അങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് രക്തക്കുഴലുകളെ അവർ നാഡികൾ എന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഇതാണ് വ്യാഖ്യാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ശരിയല്ല. നാഡികൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഹൃദയം നമുക്കുണ്ട്. ആ ഹൃദയത്തിൽ അതാണ് ബോധകേന്ദ്രമാണത്. ആ ബോധകേന്ദ്രങ്ങളിൽ നിന്നാണ് നാഡികളിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബോധം എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് വേദനയും സുഖവും എല്ലാം നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെയാണ് ഏതെങ്കിലും ഈ അവയവങ്ങളെയെല്ലാം ഹൃദയത്തിലെ തലച്ചോറിലുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് നിയന്ത്രിക്കുന്നതും ആ നാഡികളിൽ കൂടി വരുന്ന പ്രവാഹം വഴിയാണ്. അതായത് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത് നാഡികളിലുള്ള ഈ ബോധത്തിലൂടെയാണ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കുന്നത് പോലുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഹൃദയത്തിനോ അല്ലെങ്കിൽ അതായത് നമ്മുടെ രക്തചംക്രമണത്തിൻ്റെ ഹൃദയത്തിനോ ശ്വാസകോശങ്ങൾക്കോ മറ്റ് ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തോ അവയെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള നിർദ്ദേശം വരുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ്. അവയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റില്ല, ആ കുഴപ്പത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് തലച്ചോറിലേക്ക് അവയിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളിൽ കൂടിയാണ്. ഈ സന്ദേശങ്ങളെല്ലാം വഹിക്കുന്നത് നാഡികളാണ്. ഈ നാഡികൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെന്നാണ് പ്രശ്നോപനിഷത്ത് പറയുന്നത്. 3:6 പ്രശ്നോപനിഷത്ത് അങ്ങനെ പറയുന്നുണ്ട്. അതിനെയാണ് അവർ ഹൃദയമെന്ന് പറയുന്നത്. ഋഷിമാർ ഹൃദിഹി ഏഷ ആത്മാ, ആ ആത്മാവ് ഹൃദയത്തിലാണ്, അവിടെ നാഡികൾ പിടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ശരീരശാസ്ത്ര വിജ്ഞാനം വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമായി തെളിഞ്ഞ് കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവയവം ഒരു ചേംബർ നമുക്കുണ്ട്, ഒരു ഹൃദയം നമുക്കുണ്ട്. അത് നമുക്ക് ഹൃദയം എന്ന് തന്നെ വിളിക്കാം. അതെവിടെയാണ് ഇരിക്കുന്നത്? അത് തലച്ചോറിന് തൊട്ട് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ പേര് തലാമസ് എന്നാണ്. ഒരു ഗ്രീക്ക് പേരാണ് ഈ തലാമസ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം തന്നെ ഇന്നർ ചേംബർ എന്നാണ്. ഹൃദ് എന്ന സംസ്കൃതത്തിൽ പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. ആ ഹൃദിലാണ്, അതായത് ഹൃദി എന്ന് പറഞ്ഞാൽ ഹൃത്തിലാണ് ആത്മാവ് നിലകൊള്ളുന്നത്. ആ തലാമസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഒരു സ്വിച്ച് ബോർഡ് ഓഫ് ഇൻഫർമേഷൻസ് എന്നാണ് നമ്മുടെ ഫിസിയോളജിസ്റ്റുകൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് തലച്ചോറിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും വന്നെത്തുന്നത് ഈ തലാമസിലാണ്. അവിടെ നിന്നാണ് നാഡികൾ വഴി എല്ലാ സ്ഥലത്തേക്കും ഇത് വിതരണം ചെയ്യപ്പെടുന്നത്. അതുപോലെ ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വരുന്ന അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തു നിന്നും വരുന്ന
വിവരങ്ങൾ ആദ്യം എത്തുന്നത് ഈ തലാമസിലാണ്. അവിടെ നിന്നാണ് തലച്ചോറിലേക്ക് പോകുന്നത്. അവിടെ തലച്ചോറിൽ ചെന്ന് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് അത് മനസ്സിലാക്കി അതിനുള്ള ഉത്തരവുകൾ വീണ്ടും തലാമസിൽ വരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ബോധ കേന്ദ്രമാണ് എന്ന് പറയാൻ നമുക്ക്. ബോധഹൃദയം, അതാണ് ഹൃദയം എന്ന് ഋഷിമാർ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ആകൃതിയെക്കുറിച്ച് തന്നെ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അതായത് അണ്ണാക്കും പിന്നെ ആ ഒരു ചെറിയ നാക്ക്, നമ്മുടെ വാ ഇങ്ങനെ പൊളന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു സ്തനം പോലെ, അതാണ് ആ വാക്കാണ് തൈത്തിരീയ ഉപനിഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. താലുകെ സ്തനമിവ, സ്തനം പോലൊരു സാധനം അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഇരിപ്പിടം. തലാമസ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ രൂപം അങ്ങനെയാണ്. ഇത് ഈ രൂപത്തിന് വലിയ അർത്ഥമുണ്ട്. അതായത് അങ്ങനെ തന്നെയാണ് തലാമസിൻ്റെ രൂപം ആധുനിക ഫിസിയോളജിസ്റ്റുകൾ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ശാഖകൾ പോലെ രണ്ട് അങ്ങോട്ട് ചെറിയ മാംസക്കഷണങ്ങൾ, അതിനിടയ്ക്ക് ഒരു ചെറിയ മാംസക്കഷണം, ഇതിനെ രണ്ടും കൂടി യോജിപ്പിച്ചതാണ്. ഈ നാഡികളെല്ലാം ഇതിലാണ് കൊണ്ടുവന്ന് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സ്വിച്ച് ബോർഡ് ഓഫ് ഇൻഫർമേഷൻ ആണെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും ഫിസിയോളജിയും ഒക്കെ പറയുന്നത്. ഇത് തന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിമാരും പറഞ്ഞത്. അതായത് ഇത് ഹൃദയമാണ്, ഈ ഹൃദയത്തിൽ നാഡികൾ പിടിപ്പിച്ചിരിക്കുന്നു. പിന്നെ ആത്മാവ് ഇവിടെയാണ് എന്ന് പറയുന്നത്, ഇവിടെ ഇതൊരു ബോധകേന്ദ്രമാണ്. ഇവിടെ നിന്നാണ് എല്ലാ ബോധപ്രവർത്തനങ്ങളും നടക്കുന്നത്. അതിവിടെ വരും, എന്നിട്ട് അങ്ങോട്ട് വേണ്ട സ്ഥലത്തിലേക്ക് എത്തിച്ചു കൊടുക്കും, നാഡികൾ വഴി എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊരു ബോധ കേന്ദ്രമാണ്. ബോധകേന്ദ്രമായതുകൊണ്ടാണ് സച്ചിത് ആനന്ദമായ ആത്മാവ് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ അവിടെ വേറൊരു കുഴപ്പമുണ്ട്. നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ ഇതേ ആത്മീയ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നു ആത്മാവ് സർവ്വവ്യാപിയാണെന്ന്. അപ്പോൾ പിന്നെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിൽ മാത്രമല്ല, ഹൃദയത്തിൽ ഇരിക്കുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്നു എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാകില്ലേ? അതെങ്ങനെ നമുക്ക് അത് ഒരു മനസ്സിലാക്കാൻ പറ്റും? അതിനൊരു കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രാവിറ്റിയെക്കുറിച്ചും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെക്കുറിച്ചും അറിയാം. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഓരോ അണുവിലും പ്രവർത്തിക്കുന്ന ഒരു ആകർഷണ ശക്തിയാണ്. പക്ഷെ അതിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈ ആകർഷണ ശക്തി പ്രസരിക്കുന്നതായിട്ട്, റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഈ തലാമസ്. ബോധത്തെ സംബന്ധിച്ചോളം നാഡികൾ വഴി വികിരണം ചെയ്യപ്പെടുന്ന ബോധത്തിൻ്റെ കേന്ദ്രമാണ് ഈ തലാമസ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ ആയ ആത്മാവ് സർവ്വവ്യാപിയാണെങ്കിലും അതിൻ്റെ ഒരു ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ഈ ഹൃദയം. അതുകൊണ്ടാണ് ഈ ഈശ്വരൻ ഹൃദയത്തിലിരിക്കുന്നു, ആത്മാവ് ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തെ സംബന്ധിച്ചോളം, ആത്മീയ തത്വങ്ങളെ സംബന്ധിച്ചോളം അത് നെഞ്ചത്തിരിക്കുന്ന രക്തചംക്രമണത്തിൻ്റെ ഹൃദയമല്ല. അത് നമ്മുടെ തലച്ചോറിന് തൊട്ട് താഴെ, അതിൻ്റെ ഒരു സ്ഥാനം നമുക്ക് പുറത്തു നിന്നും കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്കിടയിൽ, പുരികങ്ങൾക്കിടയിലൂടെ പുറകോട്ട് നേരെ ഒരു വര വരച്ചാൽ തലച്ചോറിൽ നിന്ന് നേരെയുള്ള വര അത് എങ്ങനെ രണ്ടും കൂടെ ചെന്ന് കൂട്ടിമുട്ടുമോ, അതാണ് അതിൻ്റെ സ്ഥാനം, തലാമസിൻ്റെ സ്ഥാനം. ഇതിൻ്റെ രണ്ട് പുറത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. അവിടെ ഒരു ചെറിയ നടുക്കൊരു ചെറിയ പ്രൊജക്ഷനും ഉണ്ടാകും. അപ്പോൾ ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ധ്യാനിക്കുമ്പോഴൊക്കെ നമ്മുടെ പുരികങ്ങളുടെ ഇടയിൽ നമ്മളുടെ മനസ്സ് കേന്ദ്രീകരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ സ്ഥാനം, അതിൻ്റെ അപ്പുറത്താണ് ആത്മശക്തിയുടെ കേന്ദ്രം. അതുകൊണ്ടാണ് അവിടെ കേന്ദ്രീകരിക്കാൻ പറയുന്നത്. അതുപോലെ ഈ ശിവൻ മൂന്നാം കണ്ണ് തുറന്ന് കാമദേവനെ നശിപ്പിച്ചു. അതിൻ്റെ അർത്ഥം മൂന്നാം കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക്
അതായത് ജ്ഞാനമുണ്ടായി. ആ ജ്ഞാനം കൊണ്ട് കാമങ്ങളെ നശിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് മൂന്നാം കണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോധത്തിൻ്റെ കേന്ദ്രമാണത്. അവിടം തുറന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സമ്പൂർണമായ ഒരു ബോധത്തിലേക്ക് എത്തുന്ന ഒരാൾക്കേ അത് പറ്റുള്ളൂ. അതാണ് ശിവൻ ചെയ്തത്. കാമദേവനെ നശിപ്പിച്ചതെന്ന് കാമങ്ങളെ ഇല്ലാതാക്കി. അപ്പോഴദ്ദേഹം എന്താണ്? പരമാനന്ദത്തെ നേടി. അതാണ് അതിൻ്റെ അർത്ഥം. കാമങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പരമാനന്ദത്തെ നേടും, അതുപോലെ ആത്മസാക്ഷാത്കാരം നേടും. ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് ഇങ്ങനെ കാമങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനും പറ്റത്തുള്ളൂ. നേരെ തിരിച്ചു. അപ്പം ഇതാണ് ശിവൻ്റെ കാര്യത്തിൽ. അതുപോലെ ശിവൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പലുണ്ട്, ശൂലം. ഈ ശൂലത്തിൻ്റെ ആകൃതിയും ഇതുപോലെ തന്നെയാണ്. അതായത് രണ്ട് വലിയ രണ്ട് കൂർത്ത കുന്തങ്ങൾ പോലെയുള്ള അപ്പുറവും ഇപ്പുറവും, നടുക്ക് അതിനേക്കാൾ ചെറുതായിട്ട് ഒരെണ്ണം. ഇതും ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് തലാമസിൻ്റെ ഹൃദയം, ബോധഹൃദയത്തിൻ്റെ. അപ്പം ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ നമ്മൾ പലതും തെറ്റായി ധരിച്ചു വച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ ആത്മീയ കൃതിയിൽ ഹൃദയം എന്ന് ആത്മാവിനെ സംബന്ധിച്ച് ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ഈ നെഞ്ചിനകത്തുള്ള ഹൃദയമല്ല. അപ്പോൾ ഹനുമാൻ്റെ ഹൃദയം എന്ന് ശ്രീരാമനാന്ന് പറയുമ്പോൾ അത് പടം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഹനുമാൻ ഇങ്ങനെ നെഞ്ച് പിളർന്ന് നിൽക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ഈ നേരെ ഈ കണ്ണുകൾക്ക്, അത് പുരികങ്ങൾക്ക് നടുക്കൂടെ പുറകോട്ടുള്ള ഒരു സ്ഥാനമാണ് ഈ ഹൃദയത്തിനുള്ളത്. അതിൽ നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ വേറെ ഇൻഫർമേഷനൊന്നും എത്തുന്നില്ല. രാമനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് അവിടെ എത്തുന്നത്. അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം. അപ്പോൾ ഹൃദയം രണ്ടുണ്ട്. ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പോലെയല്ല, ഹൃദയം രണ്ടുണ്ട്. ഒന്ന് ബോധഹൃദയം, രണ്ട് രക്തചംക്രമണത്തിനുള്ള ഹൃദയം. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.